ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചന പുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു വചനം ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി. ആ വചനം ഇതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ പറയുകയാണ്, ആപത്ത് വരുമ്പോൾ സഹോദരൻ്റെ ഭവനത്തിൽ പോവുകയും അരുത്, അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം. എന്ന് വെച്ചാൽ, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി, അയൽവാസി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, അവരോടൊക്കെ ഒരു നല്ല ബന്ധം പുലർത്തുന്ന, ഒരു നല്ല സ്നേഹം പുലർത്തുന്ന ഒരാളായി നമുക്ക് മാറാനായിട്ട് പറ്റണം. തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നവനായിരിക്കണം എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, അയൽവക്കത്തുള്ള വീടുകളുമായിട്ട് ഒരു നല്ല ആത്മീയ ബന്ധം പുലർത്തുന്ന ഒരാളാണോ ഞാനെന്ന് നമ്മൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കണം. പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വലിയ മതിലുകൾ കെട്ടി തിരിച്ചിട്ട് പരസ്പരം ബന്ധമില്ലാതെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന് പോലും നമുക്കറിയാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2018 പ്രളയം വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു അപ്പച്ചനുണ്ടെന്ന് നമുക്കറിയത്തില്ല, അമ്മച്ചിമാരുണ്ടെന്ന് നമുക്കറിയത്തില്ല. അവിടെ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന് രക്ഷാപ്രവർത്തകർ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മാനുഷിക ബന്ധങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളാണ്. തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയുടെ വേദന മനസ്സിലാക്കാതെ അകലെ താമസിക്കുന്ന സഹോദരൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോകുന്നൊരു അനുഭവത്തിലാണോ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്? നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ നമ്മുടെ അത്ര കഴിവോ പണമോ സാമർഥ്യമോ ഒന്നുമില്ലെങ്കിലും വയ്യാതെ കിടക്കുമ്പോൾ, ഇല്ലെങ്കിൽ ആപത്ത് വരുമ്പോൾ ഇവനാണ് ഏറ്റവും ആദ്യം നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ വചനപുലരി കേൾക്കുന്ന എല്ലാവരോടും അച്ഛന് പറയാനുള്ളത്, തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തികളുമൊക്കെ ആയിട്ട് നല്ലൊരു ആത്മീക ബന്ധം പുലർത്തുവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപയും ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.